ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ശ്രീ ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇത് പാലക്കാട് കൊളപ്പള്ളി ഹൈവേ ആണ്. ഈ ഹൈവേ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരിക. ഇതാണ് 69 സെൻറ്റ് സ്ഥലം പറമ്പ് കാറ്റഗറിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഫ്രണ്ടേജ് മൊത്തം നമുക്ക് ടാർ റോഡ് കിട്ടുന്നുണ്ട്. ഏകദേശം 40 മീറ്ററിൽ കൂടുതലായിട്ട് ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. ടോട്ടൽ 69 സെൻറ്റ് സ്ഥലമാണ് പറഞ്ഞു. താല്പര്യമുള്ളവർക്ക് ടോട്ടലായിട്ട് എടുക്കാം. കാരണം ഇതിൽ ഇപ്പോൾ ഒരു പ്ലോട്ടും നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പ്ലോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ 69 സെൻറ്റ് നമുക്ക് ടോട്ടലായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 69 സെൻറ്റും ഒരുമിച്ച് എടുക്കുന്നവർക്കാണെങ്കിൽ 1,40,000 രൂപ പെർ സെൻറ്റിന് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതേപോലെ നമുക്ക് ഫ്രണ്ട് പോർഷൻ, ഇപ്പോൾ ടാർ റോഡ് ഫ്രണ്ടേജ് കണ്ടു, ആ ഒരു പോർഷനിലാണ് നമ്മൾ 10 സെൻറ്റോ 8 സെൻറ്റോ അങ്ങനെ രീതിയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഡിവൈഡ് ചെയ്ത് വെച്ചതിൻ്റെ സ്കെച്ച് നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ ഫ്രണ്ട് പോർഷനാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് 1,90,000 രൂപ പെർ സെൻറ്റിനായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അത് നെഗോഷ്യബിൾ ആണ്. ഇനി ബാക്ക് സൈഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പെർ സെൻറ്റിന് 1,70,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ചെനക്കത്തൂർ കാവിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കിടക്കണമെങ്കിൽ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നോക്കുമ്പോൾ 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. NSS കോളേജിൽ നിന്നാണെങ്കിൽ 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. KV ഒറ്റപ്പാലം KVയിലുള്ള ഒരുപാട് പാരൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് അതിൻ്റെ പരിസരത്തായിട്ട് ചെറിയ ബഡ്ജറ്റിൽ പ്രോപ്പർട്ടി കിട്ടാനുണ്ടോ, സ്ഥലങ്ങൾ കിട്ടാനുണ്ടോ എന്ന്. സോ അവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ KVയുടെ അവിടെ നിന്ന്, ചെറിയ ദൂരം മാത്രം. നമുക്ക് ജസ്റ്റ് വണ്ടിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ KVൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ. സോ ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ KVയിൽ നിന്ന് വരുന്നുള്ളൂ. പിന്നെ പല വില്ല പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അവർക്ക് കറക്റ്റായി ഡിവൈഡ് ചെയ്തിട്ട് ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ കെട്ടി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 69 സെൻറ്റ് സ്ഥലമാണിത്. കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ വില്ലാസ് ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് സ്ഥലം കിട്ടുന്നതും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു 25-30 ലാക്സിലുള്ള ചെറിയ വില്ലാസിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനും മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കംപ്ലീറ്റ്ലി പറമ്പാണ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും അവസാനത്തിൽ വന്നിട്ട് നമ്മൾ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചതിൻ്റെ അത് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ടോട്ടൽ 69 സെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്ന ആൾക്കാർ, ഇതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഓണേഴ്സ്, അവർ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള പാടത്തിന് കണ്ടില്ല, ഇതുപോലെ നല്ല വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ആ വരുന്ന 1 കിലോമീറ്ററിൽ ഹൈവേ നമ്മൾ വരുന്ന 1 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു ലൊക്കേഷനാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതാണ് സ്കെച്ച് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര ഉണ്ട്, ഫ്രണ്ടേജ് എത്ര വരുന്നുണ്ട്, റോഡ് ഫ്രണ്ടേജ് എത്ര വരുന്നുണ്ട്. ഈ മൊത്തം ആ റോഡിനോട് ഫേസ് ചെയ്തിട്ട് വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് പ്ലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലേക്ക് മൊത്തത്തിൽ എടുത്തിട്ട് ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലേക്ക് ഫേസ് ചെയ്യാൻ പറ്റും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും take care, bye bye and love you.